രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അക്രമം നടത്താൻ കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി ബസ് ഉപേക്ഷിച്ച് കാറിൽ ഹജോയിലേക്ക് പോയെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു. രാഹുൽ ഭീരുവാണെന്നും അസം മുഖ്യമന്ത്രി പരിഹസിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ ഹിമന്ത ബിശ്വ ശർമ്മയെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ തിരികെ പരിഹാസ രൂപേണ അസം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എന്താണ്? അനുജ, ഈ ജനുവരി 18-ന് ഭാരത് ജോഡോ ന്യായ യാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ തന്നെ രാഹുൽ ഉന്നയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ അസമിലേതാണ്, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ മുതൽ ആരംഭിച്ച വാക്പോര് ഒടുവിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചതും കേസെടുത്തതായുള്ള വിവരങ്ങളും മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്ന അത്യപൂർവമായ സാഹചര്യം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിനുശേഷം ഇന്നാണ് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ രാഹുൽ ഗാന്ധിയെ ഭീരു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഗാന്ധി മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിതരാക്കി അക്രമത്തിന് ഇളക്കിവിട്ട രാഹുൽ ഗാന്ധി ബസ് ഉപേക്ഷിച്ചുകൊണ്ട് കാറിലാണ് ഹജോയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഹിമന്ത തൻ്റെ എക്സ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഇന്ന് ഹജോയിലേക്ക് സന്ദർശനം കാറിൽ ആക്കിയതിനെയാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. ഭീരു എന്നതിന് പുതിയ വ്യാഖ്യാനം രാഹുൽ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. അനുജ, ശരി. രാഹുൽ ഗാന്ധിയെ ഭീരു എന്ന് വിളിച്ച് ഹിമന്ത ബിശ്വ ശർമ്മ.